സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടക്കയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഭക്തൻ 3 വ്യക്തികളുടെ പേരിവിടെ എഴുതിയിട്ടുണ്ട്. അവർ കയീന്റെ മാർഗത്തിൽ ആയിരിക്കുന്നു. എന്താണ്? ആരാണവർ? ഏറ്റവും ആദ്യത്തെ മാതാവിനും പിതാവിനും ജനിച്ച മകനാണ് കയീൻ. ആദാമും ഹവ്വായും മാതാപിതാക്കൾക്ക് ജനിച്ചവരല്ല, ദൈവം തന്നെയാകുന്നു അവരുടെ സൃഷ്ടികർത്താവ്. ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ടാണ് അവരെ ഉണ്ടാക്കിയത്. ആദാമിനെയോ ഹവ്വായോ ഒരു കൊച്ചുകുട്ടിയായിട്ടല്ല സൃഷ്ടിച്ചത്, മറിച്ച് ഒരു യൗവനക്കാരനായിട്ട്, ഒരു മുതിർന്ന പുരുഷനായിട്ട്, അതുപോലെ തന്നെ ഒരു യൗവനക്കാരത്തിയായിട്ട്, ഒരു സ്ത്രീയായിട്ട് ഹവ്വയെ സൃഷ്ടിച്ചു. എന്നാൽ ഏറ്റവും ആദ്യം ഈ ഭൂമിയിൽ ജനിച്ച ഒരു മകനാണ് കയീൻ. അതിനുശേഷം അവനൊരു അനുജനുണ്ടായി. അവൻ്റെ പേരെന്താണ്? ഹാബേൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 2 പേരെ ഉണ്ടായിരുന്നു ലോകത്തിൽ സഹോദരങ്ങളായിട്ട്. കയീന്റെ മാർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? കയീൻ കൃഷി ചെയ്യുന്നവനാണ്, ഹാബേൽ ആടുകളെ മേയ്ക്കുന്നു. ദൈവത്തിന് വഴിപാട് കഴിക്കേണ്ടി വന്നപ്പോൾ കയീൻ തനിക്ക് ലഭിച്ച കൃഷിഫലത്തിൽ നിന്ന് കുറച്ച് ഫലം കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം അർപ്പിച്ചു. ഹാബേലാണെങ്കിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ശ്രേഷ്ഠമായ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അതായത് ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ഹാബേലിന്റെ യാഗത്തെ ദഹിപ്പിച്ചു. ദൈവം അത് അംഗീകരിച്ചു. എന്നാൽ കയീൻ അർപ്പിച്ചതായ യാഗത്തിൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങി വന്നില്ല. കാരണം ഭൂമി അന്ന് ശപിക്കപ്പെട്ടിരുന്നു. ആദാമിന്റെയും ഹവ്വയുടെയും പാപത്തെ നിമിത്തം ഭൂമിയെ ദൈവം ശപിച്ചിരുന്നു. നീ നിമിത്തം ഭൂമിയെ ശപിക്കുന്നു എന്ന് പറഞ്ഞു. ആ ശപിതമായ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതായ ഫലം കൊടുത്തതുകൊണ്ടാണ് ദൈവം അംഗീകരിക്കാതിരുന്നത്. എന്നാൽ ആട്ടിൻകുട്ടി യേശുക്രിസ്തുവിനെ കുറിക്കുന്നു. രക്തം ഒഴുക്കിയിട്ടല്ലാതെ പാപത്തിന് മോചനമുണ്ടാകുന്നില്ല. ആദാമിന്റെയും ഹവ്വയുടെയും ലജ്ജ മറയ്ക്കുന്നതിന് വേണ്ടി ആ കാലത്ത് തന്നെ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ തോലുരിച്ച് അതിന്റെ തോലുകൊണ്ട് അവരുടെ നാണം മറച്ചു. പാപത്തിന്റെ പരിഹാരമായി ആടിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം അത് സ്വീകരിച്ചു. ശരി, കയീന് കോപം വരുവാനിടയായി എന്ന് പറയുന്നു. അവന്റെ മുഖം വ്യസനിക്കുവാനിടയായി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോപം ഉണ്ടാകാറുണ്ടോ? കോപമില്ല എങ്കിൽ നമ്മൾ മനുഷ്യരല്ല. തീർച്ചയായിട്ടും നമുക്ക് കോപമുണ്ടാകും. കോപിക്കുക, കുഴപ്പമില്ല. എന്നാൽ എന്താണ്? പാപം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുക. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെയും നീണ്ടുപോകുവാൻ പാടില്ല. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തത് കൊണ്ട് അവന് കോപമുണ്ടായി. അവന്റെ മുഖം വ്യസനിച്ചു. അവന്റെ മുഖം വാടുവാനിടയായി. അവന്റെ മുഖം എങ്ങനെയാണ്? വാടിയിരുന്നു. കോപിച്ച് മുഖം വ്യസനിച്ചിരിക്കുന്നു. ദൈവം വന്ന് ചോദിക്കുകയാണ്, കയീനേ, നീ എന്തിനാണ് കോപിക്കുന്നത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. നീ കോപിക്കേണ്ട, ദുഃഖിക്കേണ്ട. എന്തുകൊണ്ട് ഞാൻ നിന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്നു നീ ഗ്രഹിക്കുക. അതുപോലെ ഇവന് കോപം ആരോടാണ്? പകുതി ദൈവത്തോടും പകുതി കോപം ഇവന്റെ അനുജനോടും. എന്തിന് അനുജനോട് കോപിക്കുന്നു? പാവം അവനെന്ത് ചെയ്തു? അവന്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചു. കോപത്തെക്കുറിച്ച് പിന്നെന്താണ് പറയുന്നത്? അസൂയ, ഈർഷ്യ, ദേഷ്യം, ഇവയൊന്നും ക്രിസ്ത്യാനികൾക്കുണ്ടാകുവാൻ പാടില്ല. ഇതെല്ലാം കയീന്റെ മാർഗത്തിലുള്ളതായ പാപങ്ങളാണ്. കലഹമുണ്ടാക്കുന്നത്, ബഹളമുണ്ടാക്കുന്നത്, അസൂയപ്പെടുന്നത്, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയുള്ളതായ ക്രിസ്ത്യാനികൾ അല്ല. നമ്മൾ കോപിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് സൗമ്യതയോടെ സംസാരിക്കുകയാണ്. നിന്റെ കോപത്തെ ഉപേക്ഷിക്കുക.
അതേസമയം കയീൻ ഹാബേലിന്റെ അടുക്കൽ ചെന്നിട്ട്, ഹാബേലേ, എനിക്കും യാഗം കഴിക്കാൻ ഒരു ആടിനെ തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കില്ലേ? അല്ലെങ്കിൽ പിന്നെ അനിയനോട് ചോദിക്കാം, അനുജാ ഹാബേലേ, എന്തുകൊണ്ടാണ് നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത്, എന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത് എന്ന് ചോദിച്ചുകൂടെ? അതിനു പകരമായിട്ട് അവനോട് കോപിക്കുവാനിടയായി. ദൈവത്തോടും അവൻ കോപിക്കുവാൻ ഇടയായി. പകുതി ആളുകൾക്ക് മനുഷ്യരോട് കോപമാണെങ്കിൽ ബാക്കി പകുതി ആളുകൾക്ക് ദൈവത്തോടായിരിക്കും കോപം. പറയുകയാണെങ്കിൽ എല്ലാവർക്കും കോപമാണ്. ഭർത്താവിനോടുള്ള കോപം അമ്മായിയമ്മയോട് കാണിക്കുന്നത് പോലെ. എന്താണ് ഭർത്താവിനോടുള്ള കോപം? എന്താണ്? ഇന്ന് കോപം വളരെ ഭയങ്കരമായി തീരുകയാണ്. കോപത്തിനൊരു പ്രത്യേക കാരണമില്ല. നിന്നിൽ നിന്ന് വരുന്ന കോപം പലവിധമായ പ്രശ്നങ്ങൾക്കും കാരണമായി തീരും. ഒരു അരയേക്കർ വസ്തു കിളച്ചു മറിച്ചിട്ട് വരുന്നതായ വ്യക്തിക്ക് എത്രമാത്രം ക്ഷീണമുണ്ടാകുമോ അത്രയും ക്ഷീണം 5 മിനിറ്റ് കോപിക്കുന്ന വ്യക്തിക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹായ് ഹേ ഹേയ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുടിക്കാൻ വെള്ളം താ എന്ന് പറയുന്നത്. എന്താണ്? കിളയ്ക്കാൻ പോയിരുന്നോ? എന്താണ് ക്ഷീണിച്ചത്? രക്തം തിളച്ചുമറിയാനിടയാകുന്നു. നിന്റെ ശരീരത്തിന് എതിരായിട്ടുള്ള നിന്റെ കോപമാണ്, നിന്റെ ശത്രുവാണത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലർ പറയാറുണ്ട്, എനിക്ക് ചെറിയൊരു കോപമാണ്. കുറച്ച് കോപം എന്താണ്? ഒരാൾ 100 രൂപ വീടിന്റെ സൈഡിൽ വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്ന സമയത്തേക്ക് അവിടെ ഇരുന്ന കൊച്ചു കുഞ്ഞ് അത് ബബിൾക്കം എന്ന രീതിയിൽ എടുത്ത് ചവയ്ക്കുവാൻ ഇടയായി. അത് കണ്ടിറങ്ങി വന്ന അയാൾ ദേഷ്യപ്പെട്ട് വന്നിട്ട് ആ കൊച്ചു കുഞ്ഞിനെ കൈ വലിച്ചടിക്കുവാനിടയായി. പാവം 2 വയസ്സുള്ള കൊച്ചു കുഞ്ഞ് അപ്പോൾ തന്നെ മരിക്കുവാനിടയായി. കുഞ്ഞ് മരിച്ചു പോയതിനു ശേഷം അയാൾ ഇരുന്ന് കരയുകയാണ്, അയ്യോ, ക്ഷണനേരം കൊണ്ട് എനിക്കുണ്ടായതായ മുൻകോപം നിമിത്തം എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായല്ലോ. മറ്റു ചിലർക്കാണെങ്കിൽ കോപം മൂക്കിൻ തുമ്പത്താണെന്നാണ് പറയുന്നത്. എന്താണ്? പല ആളുകളും ജീവിതത്തിൽ കോപത്താൽ ചെയ്തു കൂട്ടുന്നതായ കാര്യങ്ങൾ പലപ്പോഴും ജീവിതാവസാനം വരെ അവരെ വേട്ടയാടുന്നതായിരിക്കാം. ഒരാൾ തൻ്റെ ഭാര്യയുടെ അടുത്ത് ദേഷ്യത്തോടെ വന്നിട്ട് മൂക്ക് പിടിച്ച് വലിക്കാനിടയായി, മൂക്ക് ഒടിയാനിടയായി. സത്യമായ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആ മൂക്ക് നേരെയാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ 2.5 ലക്ഷം രൂപയും ആയി. ഇപ്പോഴും അവരുടെ മൂക്കിൽ ആ പാട് കാണുവാൻ കഴിയും. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും, എൻ്റെ ഭർത്താവിൻ്റെ കോപമാകുന്നു ഇതെന്ന്. ക്ഷണം നേരം കൊണ്ട് നീ ചെയ്യുന്നതായ പാപം കാരണം, കോപം കാരണം നിന്റെ ജീവിതകാലം മുഴുവനും നീ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അതുപോലെ ചില സ്ത്രീകളുണ്ട്, ഭർത്താവിനോട് കോപം വരികയാണെങ്കിൽ താലി വലിച്ചു പൊട്ടിച്ചിട്ട് എനിക്ക് വേണ്ട എന്ന് പറയും. എന്താണ്? ഒരു മാല പൊട്ടിച്ചത് കൊണ്ടോ താലി പൊട്ടിച്ചത് കൊണ്ടോ വിവാഹബന്ധം മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വിവാഹമേ കാണുകയില്ലായിരുന്നു. വിവാഹബന്ധമെന്ന് പറയുന്നത് പവിത്രമായതാണ്. കോപത്തോടുകൂടി ദേഷ്യത്തോടുകൂടി ഭർത്താവിനെ ഉപേക്ഷിക്കാനോ ഭാര്യയെ ഉപേക്ഷിക്കുവാനോ തീരുമാനിക്കരുത്. ഒരു ചെറിയ പ്രശ്നം പറഞ്ഞുകൊണ്ട് നിന്റെ ഭാര്യ നീ പറഞ്ഞതുപോലെ അനുസരിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നീ പറഞ്ഞതുപോലെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ. നോക്കൂ, ഈ കാലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി എത്രയോ ഭാര്യ ഭർത്താക്കന്മാരാണ് കോടതികളിൽ ദിനംതോറും കയറി ഇറങ്ങുന്നത്. അതുപോലെ വക്കീലന്മാർ കൊടുക്കാൻ എത്രയോ പണമാണ് ചിലവഴിക്കുന്നത്. ചില വക്കീലന്മാരുടെ പണി എന്താണെന്നറിയാമോ? അന്യായങ്ങളെ ന്യായമായിട്ട് തെളിയിക്കുകയാണ് അവരുടെ പണി. അന്യായത്തെ ന്യായമാക്കുന്നു, അസത്യത്തെ അവർ സത്യമാക്കി മാറ്റുന്നു. അതാണ് ഇന്ന് പലപ്പോഴും നടക്കുന്നത്. സത്യസന്ധരായ അധികാരികൾ ആവശ്യമുണ്ട്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന പോലീസ് ഓഫീസർമാർ നമുക്ക് ആവശ്യമാണ്. കയ്യിന്റെ വഴി കോപത്തിന്റെ വഴിയാണ്. കയ്യിന്റെ വഴി ദേഷ്യത്തിന്റെ വഴിയാണ്. തന്റെ അനുജനോട് അവൻ കോപിക്കുവാനിടയായി. എന്തുകൊണ്ട്? നിന്റെ യാഗത്തിൽ മാത്രം ദൈവത്തിന് പ്രസാദമുണ്ടായി. കയ്യിന്റെ മാർഗത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് അയൽപക്കക്കാരെ നോക്കി സന്തോഷിക്കാൻ കഴിയില്ല. നന്മ പ്രാപിക്കുന്നവനെ കണ്ട് സന്തോഷിക്കില്ല. അവരുടെ അനുഗ്രഹത്തെ കണ്ട് സന്തോഷിക്കില്ല. കയ്യിന്റെ ജീവിതത്തിലും അതാണ് സംഭവിച്ചത്. കയ്യൻ മനസ്സിൽ അതുതന്നെയാണ് വെച്ചു പുലർത്തിയത്. നിനക്ക് പ്രസാദം കിട്ടിയോ? ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കോപം മനസ്സിൽ വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ, ദോശമാവ് രാത്രിയിൽ തുറന്നു വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് പുളിച്ചു വരുവാനിടയാകും. അത് ചീത്തയാകുവാനിടയാകും. ക്രോധമായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ കോപം സൂര്യാസ്തമയം വരെ വെച്ചു പുലർത്താൻ പാടില്ല. ദേഷ്യം മനസ്സിൽ വെച്ച് ഉറങ്ങാൻ കിടക്കരുത്. എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട് വഴക്കുണ്ടാക്കി കിടന്നുറങ്ങുന്നവർ. ഉറക്കം വരുന്നവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് ഇനി രാവിലെ എഴുന്നേറ്റ് വഴക്കുണ്ടാക്കാം എന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭർത്താവ് ചോദിക്കും, കാപ്പിതാ, കാപ്പിയുമില്ല കൂപ്പിയുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വഴക്ക് തുടങ്ങാനും മുടുക്കി പിടിക്കാനും തുടങ്ങും. എന്താണ്? കിടക്കാൻ പോകുന്നതിന് മുൻപ് നിന്റെ ഭർത്താവുമായിട്ട് നീ നിരപ്പ് പ്രാപിക്കുക. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അവനോട് ചെന്ന് ക്ഷമ ചോദിക്കുക.
എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനി ജാഗ്രതയോടുകൂടി തന്റെ ഹൃദയത്തെ വിശുദ്ധിയോടെ കാക്കുവാനിടയാകും. കോപം അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഈർഷ്യയായിട്ട് മാറും, അത് വിദ്വേഷമായിട്ട്, അസൂയയായിട്ട് മാറും. അതങ്ങനെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അവസാനം അത് ഒരു രീതിയിലുള്ള ക്രോധമായിട്ട് മാറിയിട്ട് അവസാനം കൊലപാതകം പോലും ചെയ്യുവാൻ മടി കാണിക്കില്ല. കയീൻ എന്താണ് ചെയ്തത്? അവസാനം ആ ഹാബേലിനെ കൊന്നുകളഞ്ഞു. നോക്കൂ, ഇന്ന് എത്രയോ ആളുകളുണ്ട് കോപം വെച്ചുകൊണ്ട്. ഒരുപക്ഷെ കയ്യിൽ വാളോ കത്തിയോ പിസ്റ്റളോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ കൊല്ലാത്തത്. എന്നാൽ അവരുടെ മനസ്സിൽ മാത്രം നീ നന്നാവില്ല, നീ ഗുണം പിടിക്കത്തില്ല, നീ ചത്താൽ മതി, നീ മരിക്കണം, നിന്റെ കൈയും കാലും തല്ലി ഒടിക്കണം, നീ ഗുണം പിടിക്കത്തില്ല. എന്താണ് ഇങ്ങനെ മനസ്സിൽ ഈർഷ്യ വിചാരിക്കുന്നത്? ശരിയാണോ? നിന്നെ കൊല്ലും, പീസാക്കി മാറ്റും. പലരും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കൊലപാതകം ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനായി തീരും. അതാണ് കർത്താവ് എന്ന് നമ്മളോട് പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരോട് കോപിക്കരുത്. നിങ്ങളുടെ വീട്ടുകാരെയും കൊല്ലും തല്ലുമെന്നൊന്നും പറയരുത്. നിന്റെ ശത്രു നിന്റെ അടുക്കൽ വരികയാണെങ്കിൽ അവന് ആഹാരം കൊടുക്കുക, വെള്ളം കൊടുക്കുക. അപ്പോൾ ദൈവം നിന്നോടും ക്ഷമിക്കാനിടയാകും. യേശുക്രിസ്തുവിന്റെ മാർഗം ക്ഷമയുടെ മാർഗമാണ്. യേശുക്രിസ്തുവിന്റെ മാർഗം സഹനത്തിന്റെ മാർഗമാണ്. യേശുക്രിസ്തുവിന്റെ മാർഗം ദയയുടെ മാർഗമാണ്. യേശുക്രിസ്തുവിന്റെ മാർഗം സ്നേഹത്തിന്റെ മാർഗമാണ്. യേശുവിന്റെ മക്കൾ ആ സ്നേഹത്തിന്റെ വഴിയിലാണ് നടക്കുന്നത്. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ വിദ്വേഷിക്കുന്നവരെ നീ സ്നേഹിക്കുക. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇന്നെത്രയോ യേശുവിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പോലും യേശുവിന്റെ വഴിയിൽ കൂടി നടക്കാതെ കയീന്റെ മാർഗത്തിൽ നടക്കുന്നവരുണ്ട്. ഈ ദിവസം മുതൽ ഈ വചനം കേൾക്കുന്ന നാം എല്ലാവരും ആരുടെ വഴിയിലാണ് നടക്കേണ്ടത്? പറയുക, എല്ലാവരും പറയുക. കോപമുണ്ടായാൽ എന്ത് ചെയ്യണം? എനിക്ക് കോപം വരുന്നുണ്ട്. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കോപം വരുന്നുണ്ട്, എനിക്ക് ദേഷ്യം ഉണ്ടാകുന്നുണ്ട്, എൻ്റെ ദേഷ്യം പോയി എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റും എത്രമാത്രം സന്തോഷമുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ എത്ര സന്തോഷമുണ്ടാകും. നിങ്ങൾ പറയുക. എപ്പോഴും മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി എത്രയോ ആളുകളുണ്ട്. ഇത് ലോകത്തിലുള്ളതാണ്. ദൈവത്തിന്റെ മക്കളിൽ അങ്ങനെയുള്ള സ്വഭാവം കാണാൻ പാടില്ല. അവർക്ക് അയ്യോ കഷ്ടം. കയീന്റെ മാർഗത്തിൽ പോകുന്നവർക്ക് അയ്യോ കഷ്ടം. കോപത്തിന്റെ മാർഗത്തിൽ പോകുന്നവർക്ക് കഷ്ടം. ക്ഷമിക്കുക, സഹിക്കുക. എന്താണ്? കോപിച്ചിരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് കോപത്തെ ചൂടുപിടിപ്പിക്കരുത്. മൃദുവായ വാക്ക് കോപത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കയീന്റെ വഴി വിദ്വേഷത്തിന്റെ വഴിയാണ്, കഷ്ടതയുടെ വഴിയാണ്, മരണത്തിന്റെ വഴിയാണ്. ഇന്ന് അനേകം ആളുകൾ ദൈവത്തിന്റെ മക്കളെന്ന് പറയുകയും കയീന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. നീ കോപിക്കുന്ന സമയത്ത് നിന്നിൽ യേശുക്രിസ്തു കാണില്ല, മറിച്ച് പിശാചായിരിക്കും. പരിശുദ്ധാത്മാവുള്ളവൻ കോപിക്കുകയില്ല, സമാധാനത്തോടെയായിരിക്കും. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ശാന്തതയോടെ നടക്കാനിടയാകും. ഈ ദിവസം ചോദിക്കട്ടെ, ഏത് ആത്മാവിനാലാണ് നിങ്ങൾ നടത്തപ്പെടുന്നത്? ഏതു മാർഗത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്? മനുഷ്യപുത്രൻ കടന്നു വന്നത് നശിപ്പിക്കാനല്ല, രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത്രമാത്രം അവരെ ഓർത്ത് കോപിക്കുന്നത്? എന്തിനു ദേഷ്യപ്പെടുന്നു? യേശുവിന്റെ സ്നേഹം നമ്മോട് കരുണ കാണിക്കുന്നു, ദയ കാണിക്കുന്നു, ക്ഷമിക്കുന്നു, സഹിക്കുകയാണ്. നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. മത്സരിക്കുന്നവരോട് ദൈവം രാവും പകലും തന്റെ കരം നീട്ടി നിൽക്കുകയാണ്. അവൻ അനുഗ്രഹിക്കുന്നവനാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആ സ്നേഹം നമ്മളിലും ഉണ്ടായിരിക്കണം. ദയവ് ചെയ്ത് തലകളെ വണക്കാം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നിന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെല്ലാം ദർശിക്കുമാറാകണമേ. ഞങ്ങളുടെ പഴയ ആദാമിന്റെ സ്വഭാവത്തിൽ നിന്ന്, അനുസരണക്കേടിൽ നിന്നും, കോപത്തിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, അത്യാഗ്രഹത്തിൽ നിന്നും, അസൂയയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ഞങ്ങളുടെ ശാപങ്ങൾ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ശാപമായി മാറിയ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ സകല ശിക്ഷകളും ഞങ്ങളുടെ പാപങ്ങളും വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ
പാപത്തിന് ശമ്പളമായി വരുന്നതായ മരണത്തെ അനുഭവിച്ചതായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി അർപ്പിക്കുകയാണ്. ഇനിയും ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കുന്നവരായി മാറാതെ, നിന്റെ സ്നേഹത്തെ തള്ളിക്കളയുന്നവരായി മാറാതെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ച് കയ്യിൻ്റെ മാർഗത്തില്, ബിലിയാമിന്റെ മാർഗത്തില്, കോരഹിന്റെ മാർഗത്തില് ജീവിച്ച് നശിച്ചു പോകുന്ന ആളുകളായിട്ട് മാറാതെ യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ മുൻപോട്ട് പോകുവാൻ, ഞങ്ങൾക്ക് വേണ്ടി നീ വിട്ടേച്ചു പോയതായ കാലടികളെ പിന്തുടർന്നുകൊണ്ട് നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറുവാൻ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന സകല വ്യക്തികളെയും നീ സഹായിക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ